ഒന്ന് ചോദിച്ചോട്ടെ, വർമ്മൻ വില്ല എന്ന ആ വീട്ടിലെ ഡെസ്ക്ടോപ്പിലോ ശ്രീലക്ഷ്മിയുടെ ലാപ്ടോപ്പിലോ ഒരു 3 ക്ലിക്കിൽ കിട്ടാത്ത എന്ത് ഫയലും ഡീറ്റെയിൽസുമാണ് രവി ഈ ഓഫീസിലെ സ്റ്റോക്ക് റൂമിലുള്ളത്? ഈ കാര്യം നിനക്കും അറിയാം. എന്നിട്ട് നീ നിന്റെ സൗകര്യത്തിനനുസരിച്ച് അറിഞ്ഞുകൊണ്ട് മറക്കുന്നു. ആർക്ക് വേണ്ടി? ആരെ ബോധിപ്പിക്കാൻ? നോക്ക്, വേറെ ആർക്കും ബോധ്യമായില്ലെങ്കിലും നിന്റെ മനസാക്ഷിയെങ്കിലും ബോധ്യമാകാൻ ഞാൻ എന്റെ ഒരു സംശയം പറയാം. ആരോടും പറയാതെ രാത്രി ഒറ്റയ്ക്ക് ഈ ഓഫീസിൽ കയറി ഇവിടത്തെ സ്റ്റോക്ക് റൂം തുറന്ന് ശ്രീലക്ഷ്മി അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഷി ഹാസ് എ പ്ലാൻ ഫോർ സംതിങ്. സിസ്റ്റത്തിൽ സേവ് ചെയ്യാത്ത എന്തോ ഡീറ്റെയിൽസ് തിരഞ്ഞാണ് ശ്രീലക്ഷ്മി ഇന്നലെ ഇവിടെ വന്നത്. അതിന് സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യാത്ത ഫയലുകളെല്ലാം നമ്മൾ സ്റ്റോക്ക് റൂമിൽ നിന്ന് മാറ്റിയതല്ലേ? യെസ്, അത് ആരുടെ ഫയലും ഡീറ്റെയിൽസും ആയിരുന്നു? രാജനന്ദിനിയുടെ. അന്നിതുപോലെ നമ്മുടെ പഴയ ഓഫീസിലെ സ്റ്റോക്ക് റൂമിൽ രാജനന്ദിനി റെക്കോർഡ് ബുക്ക് കണ്ടിട്ട് ശ്രീലക്ഷ്മി ഓരോ സംശയം പ്രകടിപ്പിച്ചതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ അവിടെ നിന്ന് മാറ്റിയത്. ഓർമ്മയില്ലേ? പിന്നെന്തിനാ ശ്രീലക്ഷ്മി അവിടെ പോണം? ഇപ്പൊ നീ പറഞ്ഞതുപോലെയാണെങ്കിൽ രാജനന്ദിനിയുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും നോക്കിയായിരിക്കണം ശ്രീലക്ഷ്മി വന്നത്. പക്ഷേ രാജനന്ദിനിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽസും അവിടെ ഇല്ലെന്ന് നീ തന്നെ പറയുന്നു. എന്താ രാജാറാവ് ഇത്? അങ്ങനെയല്ല രവി, അന്നത്തെ പോലെ എന്തോ ഉണ്ട്, എനിക്കത് ഉറപ്പാണ്. അതിനായിട്ടാണ് ശ്രീലക്ഷ്മി സ്റ്റോക്ക് റൂമിൽ വന്നത്. എന്ത് തിരക്കാണോ വന്നത് അത് കയ്യിൽ കിട്ടിയിട്ടുണ്ടാവണം. അതാ ശ്രീലക്ഷ്മി ഇന്ന് ഓഫീസിലേക്ക് വരാത്തത്. ഐ തിങ്ക് ശ്രീലക്ഷ്മി വേറെന്തിനോ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. സാന്ദ്ര മേഡത്തിന്റെ അനുഭവം ഫോട്ടോഷൂട്ടിന് നിനക്ക് തോന്നിയത്, അല്ലെങ്കിൽ ആഡ് ഫോട്ടോ കണ്ടിട്ട് ഗായത്രി അമ്മയ്ക്ക് തോന്നിയതുപോലെ. ചുരുക്കി പറഞ്ഞ, രൂപം കൊണ്ടല്ലാതെ വിഭിന്നമായ സ്വഭാവ രീതി കൊണ്ടും സംസാര ഭാഷ കൊണ്ടും ശ്രീലക്ഷ്മി രാജനന്ദനായി സ്വയം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശ്രീലക്ഷ്മി എന്ന തന്റെ ബോൺ ഐഡന്റിറ്റി ഇല്ലാതെ പൂർണ്ണമായും രാജനന്ദനായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷേ അതെങ്ങനെ സാധ്യവും രാജാറാം? അല്ലെങ്കിൽ തന്നെ അതൊരു അസുഖമായിട്ടല്ലേ കണക്കാക്കാൻ പറ്റൂ? ഇടയ്ക്കിടയ്ക്ക് മാത്രമേ അങ്ങനൊരു അവസ്ഥയിൽ ശ്രീലക്ഷ്മി ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ലെന്നുള്ളതാണ് വേറൊരു സത്യം. വേഗം ഒരു ജ്യൂസ് ഉണ്ടാക്കി എന്റെ റൂമിലേക്ക് കൊണ്ടുവാ. ശരി മാഡം. ഓഹോ, അപ്പൊ ഇതായിരുന്നു അല്ലേ നിന്റെ ഉദ്ദേശം? ഫോണ് വാങ്ങി വരാന്ന് നുണ പറഞ്ഞ് നീ എന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കിയത് ഇതിനായിരുന്നു അല്ലേ? എന്നാലും ഞാൻ കുറച്ച് ലേറ്റായി പോയല്ലോ. നേരത്തെ വന്നിരുന്നെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഇവളോടൊപ്പം അതിനകത്തേക്ക് കയറായിരുന്നു. ഇന്ന് അഷ്ടമി ദിവസമൊന്നും അല്ലാതിരുന്നിട്ടും ഇവൾ ഇതിനകത്ത് കയറിയെങ്കിൽ എന്തോ കള്ളത്തരത്തിനാണെന്നുള്ളത് വ്യക്തം. നിന്നെ ഞാൻ ശരിയാക്കി തരാടി. വേണ്ട, ഇപ്പൊ അങ്ങോട്ട് പോയാ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അവൾ അവസാനം ഇതെല്ലാം കൂടി എന്റെ തലയിൽ കൊണ്ടുവയ്ക്കും. മാത്രമല്ല, അന്നത്തെ പോലെ അങ്ങോട്ട് ചെന്ന് വല്ലതും വാങ്ങാതിരിക്കുന്നതാ നല്ലത്. അതുകൊണ്ട് ഇപ്പൊ ഇതിനെപ്പറ്റി ഒന്നും പറയണ്ട. ഞാനത് കണ്ടതായി ഭാവിക്കാത്തതാ നല്ലത്.
അന്ന് ആരാമ്മ എനിക്കിത് ഉണ്ടാക്കി തന്നിരുന്നത്? അന്നത്തെ കാര്യം പോട്ടെ രഘു സർ, ഇന്നത്തെ കാര്യം പറയും. എന്താ ടേസ്റ്റ് ശ്രീലക്ഷ്മി, അപാരം. ഞാൻ എന്റെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചിറങ്ങിയ ഫീൽ. എന്തായാലും എന്റെ ഇഷ്ടങ്ങൾക്ക് കൂടി പ്രാധാന്യം തന്നതിൽ താങ്ക്സ്. അതുമാത്രമല്ല, ഇനി മുതൽ ഈ ശ്രീലക്ഷ്മി എന്ന വിളി അത് ഉപേക്ഷിക്കാം, അല്ലേ അമ്മേ? വേറെ എന്ത് വിളിക്കാനാ? നന്ദിനി അമ്മയെന്ന് വിളിച്ചോ? നന്ദിനി? അത് വേണ്ട, ഏട്ടത്തിൽ തന്നെ വിളിക്കാം. അതിന്റെ കൂടെ ഒരു അമ്മയും കൂടി ചേർത്ത് ഏട്ടത്തി അമ്മ എന്നാക്കാം. പക്ഷെ ഞാൻ അങ്ങനെ വിളിക്കുമ്പോ ഇങ്ങോട്ടും വിളി മാറ്റേണ്ടി വരും കേട്ടോ. രഘു സാർ എന്ന വിളി ഇനി വേണ്ട. രഘു, അത് മതി കേട്ടോ ഏട്ടത്തിയമ്മേ. രഘു എന്ത് നോൺസെൻസ് ആയി പറയുന്നേ? അവൾ അവൾക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോട്ടെ. എന്തിനാ നമ്മളായിട്ടത് മാറ്റാൻ പോന്നേ? അല്ലേ ശ്രീലക്ഷ്മി? അവള് ഇവള് ശ്രീലക്ഷ്മി ഒന്നുമല്ല, ഏട്ടത്തി. അങ്ങനെ വേണം നീയും വിളിക്കാൻ. ഇപ്പൊ തന്നെ വിളിക്കണമെന്നില്ല, നീ സൗകര്യം പോലെ വിളിച്ചാ മതി. ഇനി നീ അങ്ങനെ വിളിച്ചില്ലെങ്കിലും ഇവിടെ ആർക്കും ഒരു പരാതിയും ഇല്ല, അല്ലേ ഏട്ടത്തിയമ്മേ? ഇപ്പോഴാണ് ഒരു അനിയന്റെ സ്നേഹവും അവകാശവും എനിക്ക് കിട്ടിയത്. സന്തോഷം. ആ രഘു, വെള്ളം കുടിച്ചില്ല. ഓ, എന്താ പറഞ്ഞത്? രഘു വെള്ളം കുടിച്ചില്ല എന്ന് പറഞ്ഞതാ. രഘു അധികാരം സ്ഥാപിച്ചു കഴിഞ്ഞു. താങ്ക്സ്. ശ്രീലക്ഷ്മി താരത്തെ ഇങ്ങനെ നോക്കുന്നത് ആദ്യമായിട്ട് കാണുന്ന പോലെ. മാത്രമല്ല, താഴെ വെച്ച് ഞാൻ ശ്രദ്ധിച്ചു, തന്റെ പെരുമാറ്റത്തിൽ എന്തോ വ്യത്യാസമുള്ളത് പോലെ. എന്താ തന്റെ മനസ്സ്? താനെന്തോ മറച്ചു വെക്കുന്ന പോലെ. മറച്ചു വെക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല സർ. സത്യം തുറന്നു പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാ ഇപ്പൊ സാർ ഇത് അറിയാൻ പാടില്ല. ഞാൻ തന്നെയാണ് സാറിന്റെ രാജനന്ദിനി എന്ന് സാറിനോട് ഞാൻ പറയുന്നൊരു ദിവസം വരും. ആ ദിവസത്തിനായാണ് ഞാൻ കാത്തിരിക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടാൽ മനസമാധാനം പോകുമെന്നല്ലാതെ വേറൊരു ഗുണവും അതിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. പിന്നെ വിലയേറിയ കുഞ്ഞിന്റെ സമയവും നഷ്ടം. ഇപ്പൊ തന്നെ കുഞ്ഞിന് ഓഫീസിനെത്താനുള്ള സമയം കഴിഞ്ഞില്ലേ? അനാവശ്യ ചിന്തകൾ ഒഴിവാക്കി
ചെയ്യുന്ന കർമ്മങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ഇപ്പൊ പഴയ ശ്രീലക്ഷ്മി അല്ല, ഗായത്രി അമ്മയുടെ മരുമകളാ. ആ ചിന്തയിൽ മുന്നോട്ട് പോവുക. കുഞ്ഞിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഈ ബാലമ്മ തന്നിരിക്കും. ഇപ്പോഴല്ല, പിന്നെ. ബാലമ്മയോട് ചോദിക്കേണ്ടിയിരുന്നില്ല. ഇനി ബാലമ്മ എങ്ങാനും അമ്മയോടിത് പറഞ്ഞാൽ ആകെ പ്രശ്നമാവും. ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ. എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഇനി എന്തു ചെയ്യും? ഇനി ഈ കുടുംബത്തിന് വെളിയിലുള്ളത് രാജാറാം സാറാ. രാജാറാം സാറിനോട് ഇത് ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ രവി സാർ ഇതറിയും. എന്തായാലും രാജാറാം സാറിനെ കണ്ടാൽ എന്തെങ്കിലും അറിയാൻ പറ്റുന്നുള്ള കാര്യം ഉറപ്പാ. ബാലമ്മ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഈ കുടുംബവുമായിട്ടുള്ള ബാലമ്മയുടെ ബന്ധത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. അതെന്തുകൊണ്ടായിരിക്കും? പക്ഷെ എല്ലാത്തിനുമുള്ള ഉത്തരം ആ സ്ഥലത്തുണ്ടാവും. നന്ദിനി നിലയം. ആഹാ, ഇതാര്? ശ്രീലക്ഷ്മി മേഡമോ? മാഡം ഇരിക്കും. ഇരിക്കുന്നില്ല സർ. മാഡത്തിന് എന്നോടെന്തോ പറയാനുണ്ട് അല്ലേ? എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സാറിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയും വേണം. എന്താ ശ്രീലക്ഷ്മി മാഡത്തിന് പറയാനും അറിയാനും ഉള്ളത്? രവിയെ കുറിച്ചാണോ? സ്വന്തം ഭർത്താവിനെ കുറിച്ച് എന്നോടാണോ ചോദിക്കുന്നത്? എങ്കിലും മാഡം ചോദിക്കും. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ ഉത്തരം പറയാം. എനിക്കറിയേണ്ടത് എന്റെ ഭർത്താവിനെ കുറിച്ചല്ല, എന്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയെ കുറിച്ചാണ്. സാക്ഷാൽ രാജനന്ദിനെ കുറിച്ച് തന്നെ. ദുരൂഹതകൾ ബാക്കി നിൽക്കുന്ന ആ മരണത്തെക്കുറിച്ച് എനിക്കറിയണം. എന്തിന്? കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ഇനി എന്തിനാ മാഡം മെനക്കെടുന്നത്? കഴിഞ്ഞു പോയെന്ന് കരുതി സത്യം സത്യമല്ലാതാകുന്നില്ലല്ലോ സർ. മാഡം എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മാഡത്തിന് ബന്ധമില്ലാത്ത കാര്യങ്ങൾ മാഡം ചിക്കിച്ചു ചെയ്യേണ്ട കാര്യം എന്താ? മാഡത്തിന് എന്തെല്ലാം ജോലികളുണ്ട് ഇവിടെ ചെയ്യാൻ. അതിനു പോലും മാഡത്തിന് ഇപ്പൊ സമയം തികയുന്നില്ല. പിന്നെന്തിനാ ആവശ്യമില്ലാത്തതിന്റെ പുറകെ നടന്ന് ഉള്ള സമയം കൂടി കളയുന്നത്? ആവശ്യമില്ലാത്ത കാര്യം പഴയ ശ്രീലക്ഷ്മി എന്ന എനിക്ക് ചിലപ്പോ ആവശ്യമില്ലാത്ത കാര്യമാവും. പക്ഷെ രവിവർമ്മന്റെ ഭാര്യ ശ്രീലക്ഷ്മിക്ക് അത് ആവശ്യമുള്ള കാര്യമാണ്. അങ്ങനെ ഒരു അധികാരത്തില് നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമുണ്ടോ ശ്രീലക്ഷ്മി മാഡം? രവിവർമ്മൻ എന്ന ആള് എന്റെ ഫ്രണ്ടാ. ഫ്രണ്ടിന്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കുന്ന ബഹുമാനവും സ്നേഹവും എനിക്ക് മാഡത്തിനോടുണ്ട്. അത് മാഡമായിട്ട് കളഞ്ഞു കുളിക്കരുത് പ്ലീസ്. ചങ്ങാതിയേക്കാൾ ഒരുപാട് മുകളിലാണ് ഭാര്യയുടെ സ്ഥാനം. അതിന് ഞാൻ പറഞ്ഞിട്ട് വേണം രാജാറാം സാറിന് മനസ്സിലാവാൻ. അങ്ങനെയാണെങ്കിൽ മാഡം രാജനന്ദിനെ കുറിച്ച് ചോദിക്കേണ്ടത് എന്നോടല്ല, സ്വന്തം ഭർത്താവ്. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. മാത്രമല്ല ഞാനും സാന്ദ്ര ഇപ്പൊ ഒരു ടീമല്ലേ. അതുകൊണ്ട് ഞാൻ സാന്ദ്രയെ സംരക്ഷിച്ചു പിടിക്കും ഒരു പരിധി വരെ. ആ പരിധി സാന്ദ്ര ഓർത്താ മതി. അതുകൊണ്ട് പോയി കുളിച്ച് പൗഡറൊക്കെ ഇട്ട് ഇങ്ങോട്ട് വാ, ഇന്നത്തെ ഫസ്റ്റ് ഷോ കാണാൻ. എന്നിട്ട് ഇവിടെ നടക്കുന്നതൊക്കെ കണ്ട് മിണ്ടാതെ നിന്നോണം. അപ്പൊ സാന്ദ്ര ചെല്ല്.
ചെല്ലു സാന്ദ്ര. രവി, നമ്മളിവിടെ വന്നിട്ട് നേരെ അത്രയെന്നറിയാമോ? അസ്തമനം കഴിഞ്ഞ് ചന്ദ്രൻ ഉദിക്കാറായി. ഇനിയെങ്കിലും ആ തിരുവാതൊന്ന് തുറന്നാൽ നന്നായിരുന്നു. പഴയ രവിയും പഴയ രാജാറാമുമായി നമുക്കല്പം സ്വകാര്യമായിട്ട് സംസാരിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. ചിലരെ കുറിച്ചൊന്ന് വിലയിരുത്തണം. ആരെക്കുറിച്ചാണ് വിലയിരുത്തൽ നടത്തേണ്ടത്? ചോദിക്കേ. രഘുവിനുണ്ടായ ആക്സിഡന്റിനെ കുറിച്ചുള്ള അന്വേഷണം എന്താ രാജാറാം? ആര്, എന്തിന്? ഈ രണ്ടുത്തരം വേണം എനിക്ക്. രഘുവിന് സംഭവിച്ച ആക്സിഡന്റിനെ കുറിച്ച് മാത്രമല്ല രവി, രാജനന്ദനെ വിലാസത്തിൽ നടന്ന മറ്റു പല കാര്യങ്ങളും യോജിപ്പിച്ച് അന്വേഷണം ഞാൻ രഹസ്യമായി നടത്തുന്നുണ്ട്. പക്ഷേ എല്ലാ അന്വേഷണവും അവസാനം പോയി എത്തി നിൽക്കുന്നത് GD എന്ന രണ്ടക്ഷരത്തിലാണ്. GD എവിടെയാണെന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റും നമ്മളും അന്വേഷിക്കുന്നുണ്ട്. ഇതുവരെ ഒരു തുമ്പും കിട്ടിയിട്ടില്ല. രഘുസാറിന്റെ ആക്സിഡന്റും രേഖ മഠം ടെറസിൽ വെച്ച് ആരെയോ കണ്ടു ഭയക്കുന്നതും ഞാൻ ഇതുവരെ കമ്മീഷണറുമായി ഡിസ്കസ് ചെയ്തിട്ടില്ല. അവന് ജീവനോടെയാ നമുക്ക് വേണ്ടത്. അതിന് വേറെ ആരെയും ഇൻവോൾവ് ചെയ്യിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതെ രാജാറാം, നമുക്കെതിരായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ നമ്മൾ തന്നെ കണ്ടെത്തണം. എങ്കിലേ അത് നമുക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. അത് GD തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. നമുക്കറിയാവുന്നത് അല്ലെങ്കിൽ നമ്മൾ സംശയിക്കുന്നത് GD ആണ്. ശരിക്കും നമുക്കറിയാത്തതോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതോ ആയ ശത്രു ആണെങ്കിൽ അവസാന നിമിഷം നമ്മളെ കൊണ്ട് ഒന്നും സാധിച്ചെന്ന് വരില്ല. ഇത് രാജാറാം ഉദ്ദേശിക്കുന്ന പോലെ ഒരു പ്രശ്നമല്ല. ശത്രുവിന്റെ ടാർജറ്റ് മറ്റാരുമല്ല, ഞാനോ ശ്രീലക്ഷ്മിയാണ്. രഘുവിനും രേഖയ്ക്കുമുണ്ടായ അനുഭവങ്ങൾ നമ്മുടെ ശ്രദ്ധ തിരിക്കാനായി മറഞ്ഞിരിക്കുന്ന ശത്രു നടത്തിയ ചില നീക്കങ്ങളാകാനാണ് സാധ്യത. എങ്കിലത് ആര്, എന്തിനു വേണ്ടി? എന്റെയോ ശ്രീലക്ഷ്മിയുടെയോ പ്രസൻസ് ഇഷ്ടപ്പെടാത്ത ഒരാൾ. ശത്രുത എന്ന് പറയുന്നത് ബിസിനസ്സിൽ മാത്രം ഉണ്ടാകുന്ന ഒന്നല്ലല്ലോ രാജാറാം. രാജനന്ദിനിയുടെ മരണത്തിന് ശേഷം 20 വർഷമായിട്ടുണ്ടാകാത്ത ചില പുതിയ സാഹചര്യങ്ങളാണ് നമ്മളിപ്പോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദാറ്റ് മീൻസ് എന്റെയും ശ്രീലക്ഷ്മിയുടെയും ഒരുമിച്ചുള്ള ജീവിതം ആരെയോ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ തരുമ്പോ മനസ്സിലാക്കിയാ മതി. ഓഹോ,
മധുരല്ലോ മധുരല്ലോ വേഗം ഒന്നിങ്ങി വന്നേ മധുരല്ലോ. എന്താ രേഖ, എന്തിനാ ഇങ്ങനെ കിടന്ന് അലറുന്നത്? എല്ലാവരും അറിയേണ്ട ഒരു രഹസ്യമാ എനിക്ക് പറയാനുള്ളത്. അപ്പോ ഇത്തിരി ഒച്ചത്തിൽ വിളിച്ചാലല്ലേ വരേണ്ടവരെല്ലാം ഇനി എത്തുള്ളൂ. എന്താ രേഖ, ഇപ്പൊ എന്താ രേഖയുടെ പ്രശ്നം? ഓ, ഞാനാണല്ലോ ഇന്നും പ്രശ്നക്കാരി. അപ്പൊ ഞാൻ പറയാൻ പോകുന്നതേ മദർ ഇൻ ലോയുടെ പുന്നാര മരുമകളെ കുറിച്ച്, രഹസ്യമായി അവള് നടത്താറുള്ള രാത്രി സഞ്ചാരത്തെക്കുറിച്ച്. വേഗം നിർത്ത്. നിർത്തുന്നില്ല. എനിക്ക് പറയാനുള്ളത് പറഞ്ഞും കാണിക്കാനുള്ളത് കാണിച്ചിട്ടുമേ ഞാൻ നിർത്തുന്നുള്ളൂ. എന്താ രേഖ ഇതൊക്കെ? നീ ഇങ്ങോട്ട് വന്നേ. കേക്കു എന്നെ എങ്ങോട്ടാ ഇപ്പൊ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നേ? എങ്ങോട്ടായാലും ശരി, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ രേഖാണ് ഇവിടെ മാറുള്ളൂ. രേഖ, നീ എന്തിനുള്ള പുറപ്പാടാണെന്ന് പറയാം. എന്റെ പുറപ്പാട് എന്തിനാണെന്ന് വൈകാതെ എല്ലാവർക്കും മനസ്സിലാവും. നിനക്കെന്താ ഭ്രാന്താണോ? ഇതിന്റെ അവസാനം നിങ്ങൾ തീരുമാനിച്ചാ മതി ആർക്കാണ് ഭ്രാന്തെന്ന്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിപ്പോ വേണ്ട. ഇതല്ല അതിനുള്ള സമയം. കാര്യം എന്തായാലും ശരി, നമുക്ക് നാളെ സംസാരിക്കാം. എന്തു പ്രശ്നമാണെങ്കിലും ഈ രാത്രിയിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. ആ സമയത്തും ഒളിച്ചും പാത്തും ശ്രീലക്ഷ്മി ചെയ്തതൊക്കെ എല്ലാവരും അറിയാൻ ഇത് തന്നെയാണ് കൃത്യമായ സമയം. എന്താ കുട്ടി പ്രോബ്ലം? ഐ എം സോറി ബ്രദറിൻലോ. ബ്രദറിൻലോയുടെ പ്രൈവസി ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചത്. ഇപ്പൊ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതും തെറ്റാണെന്ന് അറിയാം. അതുകൊണ്ടാ നേരത്തെ അവസരം കിട്ടിയിട്ടും ഞാനത് ചെയ്യണ്ട എന്ന് കരുതിയത്. പക്ഷെ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ഉത്തമയായ ഭാര്യയെപ്പോലെ വീണ്ടും ബ്രദറിൻലോയെ ശ്രീലക്ഷ്മി പറ്റിക്കുവാണല്ലോ എന്ന് ഓർത്തപ്പോ എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. അതാ ഞാൻ ഇപ്പൊ തന്നെ എല്ലാവരെയും ഇത് അറിയിക്കാൻ തീരുമാനിച്ചത്. രേഖ ആവശ്യപ്പെട്ട പ്രകാരം എല്ലാരും വന്നില്ലേ? ഇനി എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറയാം. അന്നൊരു ദിവസം മദറിൻലോ ശ്രീലക്ഷ്മിയോട്, അയ്യോ സോറി, ഈ വീട്ടിലെ ഗൃഹനാഥയോട് രാജനന്ദിനിയുടെ ആഭരണങ്ങൾ എടുത്ത് അണിഞ്ഞോളാൻ പറഞ്ഞപ്പോ അത് വേണ്ട, എനിക്ക് ആഭരണങ്ങളോട് ഭ്രമമില്ല എന്നൊക്കെയല്ലേ അന്ന് പറഞ്ഞത്. ഇവിടെ ആരും അത് മറന്നിട്ടൊന്നും ഇല്ലല്ലോ. രാജനന്ദിനിയുടെ മുറിയിലേക്കൊന്നും നോക്കുപോലും ഇല്ലെന്നല്ലേ പറഞ്ഞത്. അതെ, അതിനിപ്പോ എന്താ? അങ്ങനെ വാക്കുകൾ തരുമ്പോഴേ അത് പാലിക്കുകയും കൂടെ വേണ്ടേ? അതാണല്ലോ അതിന്റെ ഒരു ശരി. അന്ന് ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, എന്റെ ഭർത്താവിന്റെ തീരുമാനമാണ് എന്റെ തീരുമാനം, അതിനപ്പുറത്തേക്ക് ശ്രീലക്ഷ്മി പോവില്ലെന്ന്. എന്നിട്ട് ഭർത്താവ് ഉറങ്ങിക്കഴിയുമ്പോ കൊടുത്ത വാക്കും പറഞ്ഞ കാര്യങ്ങളും സൗകര്യപൂർവ്വം അങ്ങ് മറന്നു. അതിന് വിപരീതമായി പ്രവർത്തിക്കും. എനിക്ക് പറയാനുള്ള കാര്യം സാറിന് കേൾക്കണം. അതിനുശേഷം സാറിന് തീരുമാനിക്കാം എന്തും. എന്ത് തീരുമാനിക്കാൻ? ഇപ്പൊ ഞാൻ കണ്ടതിനപ്പുറം എന്താ തനിക്ക് പറയാനുള്ളത്? താൻ അത് ചെയ്തിട്ടില്ലെന്നോ അതോ അതെല്ലാം സ്വപ്നമാണെന്നോ? ഞാൻ സാറിന്റെ മുറിയിൽ കയറി എന്നുള്ളത് സത്യം. പക്ഷെ അത് എന്തിനാണെന്ന് സാർ അറിയണം. അറിയണ്ട. എന്നോട് ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്തിട്ട് ഞാൻ അറിയാതെ താനത് ചെയ്തുവെങ്കിൽ അതിന് പുതിയ അർത്ഥങ്ങളൊന്നും ആവശ്യമില്ല ശ്രീലക്ഷ്മി. അതിനൊറ്റ അർത്ഥേ ഉള്ളൂ, വിശ്വാസവഞ്ചന. കുറച്ചുകൂടി തനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ തന്നെ വിശ്വസിച്ച ഒരാളെ താൻ പറ്റിച്ചു. അതും സ്വന്തം ഭർത്താവിന്. എനിക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ശ്രീലക്ഷ്മി നല്ലൊരു കാമുകിയായിരുന്നു, പക്ഷേ നല്ലൊരു ഭാര്യയല്ല. അല്ലെങ്കിൽ മനഃപൂർവ്വം അങ്ങനെ ആകുന്നില്ല.
ഒരു ഭാര്യയുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം മറന്നാണ് പലപ്പോഴും തന്റെ പ്രവൃത്തികൾ. അത് ഭർത്താവെന്നല്ല, ഒരു മനുഷ്യനായിട്ട് പോലും എനിക്ക് അംഗീകരിച്ചു തരാൻ പറ്റാത്തതാണ്. പ്രേമവും ദാമ്പത്യ ജീവിതവും രണ്ടും രണ്ടാണ് ശ്രീലക്ഷ്മി. അന്ന് താൻ കുറ്റങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ മറന്നേക്കും. ഇപ്പോ താൻ്റെ ഭാര്യയാണ്, നമ്മുടെ കുടുംബത്തിനാണ് താൻ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഭാര്യ എന്ന സ്ഥാനത്തിൽ വട്ടപൂജ്യമാണ് തന്റെ മാർക്ക്. സൗകര്യങ്ങൾ കൂടിയപ്പോ തനിക്ക് കൗതുകങ്ങൾ കൂടി. ഇവിടെ എന്തൊക്കെയാണുള്ളതെന്ന് തനിക്കറിയാം. എല്ലാവർക്കും ഒരു പേഴ്സണൽ സോൺ ഉണ്ട് ശ്രീലക്ഷ്മി. അതിനപ്പുറത്തേക്ക് അയാളുടെ അനുവാദമില്ലാതെ കടന്നു കയറുന്നതിനേക്കാളും വലിയ ക്രൂരത വേറെയില്ല. താൻ എന്തിനാണ്, അല്ലെങ്കിൽ എന്ത് മോട്ടിവേഷനിലാണ് അവിടെ കയറിയതെന്ന് പറയാനാണ് എന്റെ മുന്നിൽ നിൽക്കുന്നതെങ്കിൽ ഒരു ന്യായീകരണം എനിക്ക് കേൾക്കണ്ട. കുറച്ച് സ്വസ്ഥത തന്നാ മതി. നീ ഇതെന്താ രേഖ കാണിച്ചത്? ഞാനെന്ത് കാണിച്ചു? രഘുവല്ലേ ഇപ്പൊ കഥ ഊറ്റിയിട്ടത്. ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനാണോ നീ ഫോൺ തന്നെ വേണോന്ന് വാശി പിടിച്ചത്? അതെ, ഇപ്പൊ താഴെ രഘു കണ്ടില്ലേ? അതെ, ഇതിനകത്തായിരുന്നു. അവളുടെ രാത്രി സവാരി എനിക്കിവിടെ എല്ലാവരെയും അറിയിക്കണമായിരുന്നു. എന്നിട്ട് എല്ലാവരും അറിയിച്ചപ്പോ നിനക്ക് സമാധാനമായോ? സത്യം പറയാലോ രഘു, എനിക്കിപ്പോ ഭയങ്കര സമാധാനം കിട്ടുന്നുണ്ട്. എന്തായിരുന്നു ഇവിടെ? പാലഭിഷേകം ഒഴികെ എല്ലാം നടത്തിയില്ലേ അവൾക്ക് വേണ്ടി മാത്രല്ലോ. നിന്റെ ഓരോ തോന്നലിനും പ്രവർത്തിക്കും സമാധാനം പോകുന്നത് ഈ വീട്ടിലെ മറ്റുള്ളവരുടെ. രഘു എന്താ ഈ പറഞ്ഞ് സ്ഥാപിക്കാൻ നോക്കുന്നത്? അവള് നല്ലവളും ഇത് കണ്ടുപിടിച്ച ഞാൻ മോശക്കാരിയാണെന്നാണോ? ഞാൻ അങ്ങനെ പറഞ്ഞാലും നീ സമ്മതിക്കില്ലല്ലോ. നിനക്ക് ഏട്ടത്തിയമ്മയെ മോശക്കാരിയാക്കണതല്ലേ ഇഷ്ടം? എല്ലാത്തിനും ഒരു സമയമുണ്ട് രേഖ. നീ ചെയ്തത് പൂർണ്ണമായും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനുള്ള സാഹചര്യവും അവതരിപ്പിക്കേണ്ട രീതിയും ഇതല്ല. ചേട്ടായുടെയും ഏട്ടത്തിയമ്മയുടെയും ശാന്തി മുഹൂർത്തമായിരുന്ന ഇന്ന് തന്നെ നിനക്കത് ചെയ്തേ മതിയാകുമായിരുന്നുള്ളൂ അല്ലേ? ഫോൺ കിട്ടിയിട്ട് തെളിവടക്കം കാണിക്കാന്ന് കരുതിയാ ഞാൻ വെയിറ്റ് ചെയ്തത്. അല്ലാതെ അവരുടെ ഒരു മുഹൂർത്തവും ഞാനായിട്ട് തെറ്റിക്കാൻ ചെയ്തതല്ല. അല്ലെങ്കിൽ തന്നെ ഒപ്പം ഉണ്ടായിട്ട് ബ്രദർ ലോയെ പറ്റിക്കുന്ന അവളുമായിട്ട് സർ, എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും സാർ കേൾക്കണം. ശ്രീലക്ഷ്മി, വീട്ടിൽ പറയാനുള്ളത് വീട്ടിൽ. ഇത് വീടല്ല, ഓഫീസാണ്. ഇന്നലെ രാത്രി ഞാൻ പറയാൻ വന്നപ്പോ സാറ് സമ്മതിച്ചില്ല. സാറ് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. രാവിലെ ഞാൻ ശ്രമിച്ചു, സാർ കേട്ടില്ല. അതാ ഞാൻ ഇവിടെ വന്ന ശേഷം പറയാന്ന് കരുതിയത്. ശരി, തനിക്ക് എന്താ ഇനി പറയാനുള്ളത്? ആ മുറിയിൽ അറിയാതെ കയറിയെന്നാണോ, അതോ ഇനി ആവർത്തിക്കില്ലെന്നോ? ഇത് തന്നെയല്ലേ കഴിഞ്ഞ തവണയും പറഞ്ഞത്? രേഖ മാഡം മനഃപൂർവ്വം ചെയ്തതെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും അനിയത്തിക്കുട്ടി മനഃപൂർവ്വം ചെയ്തതോ അല്ലാതെയോ എന്തോ ആയിക്കോട്ടെ, തെറ്റ് ചെയ്തതാരവിടെ? കുറ്റക്കാരി ആയതാരവിടെ? അത് മാത്രമോ വീട്ടിലുള്ള എല്ലാവരുടെ മുന്നിൽ വെച്ച്
അതിനപ്പുറം നിന്നെ സ്നേഹിക്കുന്ന എന്റെ അമ്മയടക്കം അനിയത്തിക്കുട്ടിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടി നിൽക്കുന്നത് ശ്രീലക്ഷ്മി കണ്ടതല്ലേ? ഞാൻ പറയുന്ന സാറൊന്ന് വിശ്വസിക്ക്. വീഡിയോയില് രേഖ മാഡം കാണിച്ച സംഭവം എനിക്ക് ഓർമ്മയില്ല. ശരി, അത് പോട്ടെന്ന് വെച്ചാലും ഇന്നലെ താൻ എന്തിനായിരുന്നു ആ മുറിയിൽ കയറിയത്? ഞാനൊരു ദിവസം ചാവിയെടുത്ത് തന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞതല്ലേ അകത്ത് കയറി തന്റെ സംശയങ്ങളെല്ലാം തീർക്കാൻ. അപ്പൊ എന്നോട് എന്താ താൻ പറഞ്ഞത്? ഇനി ഒരിക്കലും അതിനകത്ത് കയറില്ലാന്ന്. വാക്കൊന്ന് പ്രവൃത്തി വേർന്നു. അങ്ങനെ ഒരാളെ ഇനിയും ഞാൻ എങ്ങനെ വിശ്വസിക്കുക? സർ, ഇതിന്റെ ഒക്കെ സത്യാവസ്ഥ സാർ ഇനിയെങ്കിലും തിരിച്ചറിയണം. ഇനി എന്ത് സത്യാവസ്ഥയാണ് ശ്രീലക്ഷ്മി? അനിയത്തിക്കുട്ടി പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സത്യാവസ്ഥ ഉണ്ടെങ്കിൽ താൻ അപ്പൊ പ്രൂവ് ചെയ്യണമായിരുന്നു. അതിന് തനിക്ക് സാധിച്ചില്ലല്ലോ. ശരിയാണ് സർ, സാധിച്ചില്ല. അത് എന്തുകൊണ്ടാണെന്ന് ആരെങ്കിലും ഈ നിമിഷം വരെ എന്നോട് ചോദിച്ചോ? സാറെങ്കിലും ചോദിച്ചോ? എനിക്കതിന്റെ ആവശ്യമില്ല എന്ന് തോന്നി. എന്നോട് താൻ പറയുന്നത് വേറെ, പ്രവർത്തിക്കുന്നത് വേറെ. 100% തന്റെ ഭാഗത്താണെന്ന് തെറ്റ്. ആ തെറ്റിനെ ഞാനും ന്യായീകരിച്ച് ഞാനും കുറ്റക്കാരനാവണമെന്നാണോ താൻ പറഞ്ഞു വരുന്നത്? സാർ വീണ്ടും എന്നെ കുറ്റപ്പെടുത്തുക. എനിക്ക് വേറെ ആരെയും ബോധ്യപ്പെടുത്തണ്ട. പക്ഷെ അമ്മയും സാറിനെങ്കിലും എനിക്ക് ബോധ്യപ്പെടുത്തണം. അതിപ്പോഴല്ല, വീട്ടിലെല്ലാവരും കൂടി തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തിയപ്പോൾ ബോധിപ്പിക്കണമായിരുന്നു. ഇപ്പോ ശ്രീലക്ഷ്മി പറയുന്നത് ഞാൻ വിശ്വസിച്ചൊന്നിരിക്കട്ടെ. ഞാൻ പോയി പറഞ്ഞാൽ അവിടെ ആരൊക്കെ താനിപ്പോ പറയാൻ പോകുന്ന കഥ വിശ്വസിക്കും? കഥയല്ല സർ, സത്യം. ഞാൻ എന്തിനാണ് ആ മുറി പോയതെന്നല്ലേ എല്ലാവർക്കും അറിയേണ്ടത്. സാർ എന്തിനാണോ ഇടയ്ക്ക് അവിടെ പോകുന്നത് അതിന് തന്നെ, അല്ലെങ്കിൽ അതിനപ്പുറം എന്തിനെങ്കിലും. അല്ലാതെ രേഖ മാഡം പറഞ്ഞതുപോലെ ആഭരണങ്ങൾ കണ്ട് കണ്ണു മഞ്ഞളിച്ചിട്ടോ അവിടെ ആരുടെ സമാധാനം കളയാനോ അല്ല. എങ്കിലും അത് ശ്രീലക്ഷ്മിക്ക് എന്നോട് പറയായിരുന്നില്ല. ഞാൻ ചാവി എടുത്ത് തരുമായിരുന്നല്ലോ. ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത് ഇങ്ങനൊരു സാഹസം കാണിക്കേണ്ട കാര്യം എന്തായിരുന്നു? അതൊന്നും പറഞ്ഞ സാറിന് മനസ്സിലാവുകയില്ല. സാർ വിശ്വസിക്കുകയില്ല. ഓ, ഇപ്പൊ അങ്ങനായോ? എനിക്ക് മനസ്സിലാവില്ല. ശരിയാ, എനിക്കെന്നല്ല, ആർക്കും താൻ കാണിക്കുന്നതും പ്രവർത്തിക്കുന്നതും മനസ്സിലാവില്ല. ഇപ്പൊ ഞാൻ കാണിക്കുന്നതും ചെയ്യുന്നതും പറയുന്നതും ആർക്കും മനസ്സിലായിന്ന് വരില്ല. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും എല്ലാം ബോധ്യാവും. അതിനായിട്ടുള്ള അന്വേഷണത്തിലാ ഞാൻ. അതുവരെ എല്ലാരും കൂടി എന്നെ കുറ്റക്കാരി എന്ന് മുദ്ര കുത്തിയാലും ഇപ്പോഴുള്ള എന്റെ യാത്രയിൽ തടസ്സം വരില്ല. എന്തായാലും ഞാൻ പറയാൻ വന്ന കാര്യം ഇനി പറഞ്ഞാലും സാർ അത് വിശ്വസിക്കാനും പോകുന്നില്ല. ഇതൊന്നും എനിക്ക് വേണ്ടി ചെയ്യുന്നതല്ല എന്ന് മാത്രം സാർ അറിഞ്ഞാ മതി. തൽക്കാലം ഞാൻ ഒരാൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്നെ പോലൊരു സാധാരണ പെൺകുട്ടിക്ക് അത് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ആദ്യത്തെ കാര്യം അതിനായി ശ്രമിക്കുക എന്നുള്ളതാ. ശ്രമിക്കും ഞാൻ. ചന്ദ്ര മാഡം, പ്ലീസ് എന്നെ പഴയ പോലെ ശ്രീലക്ഷ്മിനെ വിളിക്കാവൂ. ഞാൻ പഴയ ശ്രീലക്ഷ്മി തന്നെ. ഏയ് അല്ല മാഡം, ഒഫീഷ്യൽ ആയാലും അൺഒഫീഷ്യൽ ആയാലും ശ്രീലക്ഷ്മി മാഡത്തിന്റെ സ്ഥാനം എന്റെ എത്രയോ മുകളിലാ. അല്ല മാഡം ഇപ്പൊ വന്നത് എന്തെങ്കിലും എമർജൻസി ഉണ്ടായിരുന്നെങ്കിൽ വിളിച്ചാ മതിയായിരുന്നല്ലോ. ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. ഏയ് എമർജൻസി ഒന്നുമില്ല. പക്ഷേ എനിക്ക് 1-2 കാര്യങ്ങള് മാഡത്തിൽ നിന്ന് അറിയാനുണ്ട്. ദാറ്റ്സ് ഓൾ. മാഡത്തിന് എന്താ അറിയേണ്ടത് ചോദിച്ചോളൂ. അത് എന്താ മാഡം, എന്താ ഒരു മടി പോലെ? മാഡത്തിന്റെ ഏത് ക്വസ്റ്റ്യനും ആൻസർ തരാനുള്ള റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്. ബിക്കോസ് ദാറ്റ്സ് മൈ ഡ്യൂട്ടി. അയ്യോ, അത്ര വലിയ കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് ഒരാളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണം. ആരെക്കുറിച്ച്? ആരെക്കുറിച്ചാ മാഡത്തിന് അറിയേണ്ടത്? രാജാറാം സാറിനെ കുറിച്ച്. രാജാറാം സാറിനെ കുറിച്ചോ? എന്താ മാഡം, അമ്മാവൻ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ടാണോ അമ്മാവനെ കുറിച്ച് തിരക്കാൻ മാഡം തീരുമാനിച്ചത്? അയ്യോ, അങ്ങനെ രാജാറാം സാറിനെ കുറിച്ച് തിരക്കി ഇറങ്ങിയിരിക്കുമല്ല. ജസ്റ്റ് 1-2 കൺഫ്യൂഷൻ, അതൊന്ന് ക്ലിയർ ചെയ്യണം, അത്രേ ഉള്ളൂ. ആഹാ, അത് മാഡത്തിന് ഈസി അല്ലേ? രാജാറാം സാറിന്റെ A to Z കാര്യം അറിയാവുന്നയാള് കൂടെ തന്നെ ഉള്ളപ്പോ മാഡത്തിന് എന്തിനാ എന്റെ ഹെൽപ്പ്? മാഡത്തിന് മനസ്സിലായില്ലേ?
മാഡത്തിന്റെ ഹസ്ബൻഡിന്റെ കാര്യം തന്നെയാ ഞാൻ പറഞ്ഞത്. ഐ മീൻ രവിചന്ദ്രവർമ്മൻ സർ. അല്ലെങ്കിൽ ഗായത്രി അമ്മയോട് ചോദിച്ചാലും മതി. അല്ല മാഡം, അങ്ങനെ ചോദിക്കാനും മാത്രം വലിയ കാര്യങ്ങളൊന്നുമില്ല. രാജാറാം സാർ ഇപ്പോഴും പഴയ വീട്ടിൽ തന്നെയാണോ താമസം? രവി സാറിന്റെ ആദ്യത്തെ കല്യാണത്തിന് ശേഷം എന്തൊക്കെയാ രാജാറാം സാറിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അങ്ങനെയുള്ള ചില ഡൗട്ടുകൾ, അത്രേ ഉള്ളൂ മാഡം. എന്ത് സാന്ദ്ര മാഡം, എന്തിനാ ചിരിക്കുന്നത്? പിന്നെ ചിരിക്കാതെ. ശ്രീലക്ഷ്മി മാഡത്തിന്റെ ഡൗട്ട്സ് കൊള്ളാം. എന്റെ പൊന്ന് ശ്രീലക്ഷ്മി മാഡം, രവി സാറിന്റെ ആദ്യത്തെ കല്യാണം നടക്കുന്ന സമയത്ത് ഞാൻ ജനിച്ചിട്ട് പോലുമില്ല. അത് കഴിഞ്ഞ് എത്രയോ വർഷം കഴിഞ്ഞാ ഞാൻ ഈ വർമ്മൻ കമ്പനിയിൽ വരുന്നതും രവി സാറിനെ രാജാറാം സാറിനെ ഒക്കെ നേരിട്ട് കാണുന്നതും. അല്ല മാഡം, പിന്നീട് എപ്പോഴെങ്കിലും രാജാറാം സാർ ഇതിനെപ്പറ്റി വല്ലതും മാഡത്തിനോട് പറഞ്ഞിരുന്നോ? സത്യം പറയാലോ മാഡം, ഞങ്ങൾ മിക്ക കാര്യങ്ങളും ഷെയർ ചെയ്യാറുള്ളതാ, കൂടുതലും ഞാൻ. കാരണം ഇവിടെ വന്നു കയറിയ നാളു മുതൽ രാജാറാം സാർ എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ സാറിന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഇതുവരെ ചോദിച്ചിട്ടില്ല, സാറോട്ട് പറയാറുമില്ല. പക്ഷെ ഞാൻ എന്റെ പേഴ്സണൽ കാര്യങ്ങള് രാജാറാം സാറുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അതായത് ഞാൻ എടുക്കുന്ന 2 തീരുമാനങ്ങൾ ഒന്നാക്കാൻ രാജാറാം സാർ എന്നെ പലപ്പോഴും സഹായിച്ചിട്ടുണ്ട്. തീരുമാനം എടുക്കാൻ പറ്റാതെ വരുമ്പോ സാറിനോട് ഞാൻ അഭിപ്രായം ചോദിക്കും. ഉചിതമായ തീരുമാനം സാർ എനിക്ക് പറഞ്ഞു തരുമെന്നർത്ഥം. അപ്പൊ മാഡത്തിന് തോന്നും, എന്റെ സമപ്രായക്കാരായ ധാരാളം പേര് ഈ ഓഫീസിലുണ്ടായിട്ടും രാജാറാം സാറിനോട് എന്തിനാ അഭിപ്രായം ചോദിക്കുന്നതെന്ന്. അത് വേറൊന്നും കൊണ്ടല്ല മാഡം, രവി സാറിനെ പോലെ തന്നെയാ എനിക്ക് രാജാറാം സാർ. അത് ഈ ഓഫീസിലെ പൊസിഷൻ വെച്ചിട്ടൊന്നുമല്ല. ഓഫീസിൽ ഞാൻ വന്ന കാലം തൊട്ട് എന്റെ ഓരോ വളർച്ച അറിയാവുന്ന 2 പേരാ രാജാറാം സാറും രവി സാറും. രവി സാറിനോടുള്ളതുപോലെ തന്നെ ബഹുമാനവും സ്നേഹവും എനിക്ക് രാജാറാം സാറിനോടും ഉണ്ട്. ഞാൻ പറഞ്ഞത് ശ്രീലക്ഷ്മി മാഡത്തിന് എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്കറിയില്ല. സത്യമാ ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി മാഡം. ഞാൻ ചോദിച്ചൊന്നേ ഉള്ളൂ, വേറെ ഉദ്ദേശത്തോടെ ഒന്നുമല്ല. മാഡം ഒരിക്കലും അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത്. ഏയ്, അതൊന്നുമില്ല. വേണേ ഞാൻ രാജാറാം സാറിനോടൊന്ന് സംസാരിച്ച് മാഡത്തിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യണോ? ഏയ് വേണ്ട മാഡം, മാഡം ഇതിപ്പോഴേ മനസ്സൊന്ന് കളഞ്ഞേക്കേ. ഓക്കെ മാഡം. ശരി മാഡം. ആ മാഡം, ഏതായാലും മാഡത്തിന് രാജാറാം സാറിനെ കുറിച്ച് അറിയണം. അതിനുള്ള ഏക ഉത്തരം രവിചന്ദ്രവർമ്മൻ സാർ മാത്രമാ. ശരി സർ. സാർ ഒരുപാട് യങ് ബിസിനസ് ടാലന്റ്സിന് ഇൻസ്പിറേഷനാ. അതിന് കാരണം സാറിന്റെ ഈ എനർജിയാ. പിന്നെ വർമ്മൻ ഗ്രൂപ്പിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് കേട്ടാൽ എത്ര ചെറുപ്പക്കാരെ അവസരം ചോദിച്ചു വരുന്നത്? അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ, രവിചന്ദ്രവർമ്മൻ എന്നൊരൊറ്റ പേര്. ഏതൊരാളിനും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ജീവിതം. കഴിഞ്ഞ വർഷത്തെ ഐക്കോണിക് ബിസിനസ് ലീഡർ ഓഫ് ദി ഡെക്കേഡ് അവാർഡ് അടക്കം ഇത്രയും കുറഞ്ഞ പ്രായത്തില് എത്ര അവാർഡുകളാ. ചെറിയ പ്രായത്തിൽ തന്നെ സാർ സ്വന്തം ബുദ്ധി കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടും അച്ചീവ് ചെയ്തല്ലേ ഈ ബിസിനസ് ഒക്കെ. ശരിക്കും സാർ ഒരു ഹീറോയാ. സാറിന്റെ ഭാര്യയാകാൻ സാധിച്ചത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യ. ഞാനും സാറും ആദ്യമായിട്ട് കണ്ട ദിവസം സാർ എങ്ങനെയിരുന്നത് അതുപോലെ തന്നെയാ ഇപ്പോഴും. എന്നെ നോക്കി, ഞാൻ മൊത്തത്തിൽ മാറിപ്പോയില്ലേ? എന്റെ എനർജറ്റിക് ഹീറോ ആയ ഭർത്താവ് ആഹാരം കഴിക്കാതിരുന്നാ എങ്ങനെ ശരിയാവും? ഒരു ഭർത്താവിന്റെ ആരോഗ്യവും സൗന്ദര്യമാണ് ഏതൊരു ഭാര്യയുടെയും വിജയം. അതുകൊണ്ട് മതി ശ്രീലക്ഷ്മി, തന്റെ ഈ പെർഫോമൻസ്. തന്റെ ഈ പ്രശംസയിലോ അഭിനയത്തിലോ എന്റെ മനസ്സ് മാറ്റാൻ താൻ വിചാരിക്കണ്ട. മുൻപൊക്കെ തന്റെ ഈ പെർഫോമൻസ് കാണാൻ എനിക്കിഷ്ടമായിരുന്നു. അതെന്തുകൊണ്ടാണെന്നറിയോ? അതിനൊരു ജെന്യൂനിറ്റി ഉണ്ടായിരുന്നു. ഇതുപോലെ ആർട്ടിഫിഷ്യൽ ആയിരുന്നില്ല. സ്നേഹമായാലും ഭക്ഷണമായാലും മനസ്സറിഞ്ഞ് വിളമ്പുമ്പോഴേ കഴിക്കുന്നയാളുടെ മനസ്സും വയറും നിറയും. സർ, രവി സർ പ്ലീസ്, എന്തെങ്കിലും കുറച്ച് ഭക്ഷണം കഴിച്ചൂടെ?
സാർ ആരോടെ ഈ ദേഷ്യം കാണിക്കുന്നേ? ആരോടെ സാർ പിണങ്ങിയിരിക്കുന്നേ? എനിക്ക് ആരോടും ഒരു പിണക്കമില്ല. പിന്നെ ദേഷ്യം അത് എന്നോട് തന്നെ. അത് വേറെ ആരോടും ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ കാരണമല്ലേ ഇത്? ആരോടും ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞത് എന്റെ ഭാര്യയും ചേർത്താ. സാർ, ഞാൻ എന്തേലും കാണിച്ചതിന് സാറ് പട്ടിണി ഇരുന്നിട്ട് എന്താ കാര്യം? അത് ഞാൻ കാരണമാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ എനിക്ക് സങ്കടം. സാർ അത് കഴിക്കണം. ശ്രീലക്ഷ്മി, താൻ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ പറയാൻ ശ്രമിച്ചാലും എനിക്കൊരു ഉത്തരമേ ഉള്ളൂ. എനിക്ക് വിശപ്പില്ല. അതിലും വലിയൊരു എക്സ്പ്ലനേഷൻ ഇക്കാര്യത്തിൽ എനിക്ക് തരാൻ വേറെ ഇല്ലതാനും. അതല്ല സാർ, ഞാൻ Will you please leave me alone, please? രവി സാറിനെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. കല്യാണത്തിന് മുമ്പൊക്കെ സാറിനെ കുറിച്ച് പറയുമ്പോ 100 നാവായിരുന്നു ശ്രീലക്ഷ്മിക്ക്. അത് കല്യാണത്തിന് മുൻപ്. അതിനുശേഷം ശ്രീലക്ഷ്മിക്ക് നിങ്ങളോട് ചെറിയൊരു അകൽച്ചയുണ്ടല്ലോ. പഴയ പോലെ അല്ല, ശരിയല്ലേ? കൃഷ്ണ ചിലപ്പോ സമ്മതിക്കില്ലായിരിക്കും. ദീപു, തുറന്നു പറയേ. അങ്ങനെ അകലൊന്നും പറയാൻ പറ്റില്ല മാഡം. എങ്കിലും പഴയ പോലെ അല്ല. അതെ, പഴയ പോലെ അല്ല. നിങ്ങളോട് മാത്രമല്ല, എല്ലാവരോടും. സ്വന്തം ഭർത്താവിനോട് പോലും. സ്വന്തം ഭർത്താവും ഭാര്യയും പരസ്പരം പോലും പറയാത്ത രഹസ്യങ്ങൾ കൂട്ടുകാരോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നീരേറ്റ് കോളനിയിൽ നിന്നും വർമ്മൻ ഗ്രൂപ്പിലേക്ക് വന്നപ്പോ അവളുടെ പഴയ സ്വഭാവം അവിടെ തന്നെ ഉപേക്ഷിച്ചു പോന്ന മട്ട. ബ്രദറിൻലോയുടെ കാര്യങ്ങൾ പോലും നോക്കാൻ അവക്കിപ്പോ സമയമില്ല. നിങ്ങള് രണ്ടാളും അവളെ കണ്ട് പറഞ്ഞേക്കെ, അവൾക്കൊന്നിനും സമയമില്ലെങ്കിലും സാന്ദ്ര അതിനൊക്കെ സമയം കണ്ടെത്തുന്നുണ്ടെന്ന്. അവളുടെ ആബ്സെൻസിൽ മുഴുവൻ സാന്ദ്ര പ്രസന്റ് ആണ്. അതത്ര നല്ല കാര്യമല്ല. കേൾക്കാനും കാണാനും സുഖമുള്ള കാര്യവുമല്ല. മാഡം പറഞ്ഞു വരുന്നത് അത് തന്നെയാണ് കൃഷ്ണ. ശ്രീലക്ഷ്മി നിർബന്ധിച്ചിട്ടും കഴിക്കാത്ത ആഹാരം സാന്ദ്ര ബ്രദറിൻലോയെ കൊണ്ട് കഴിപ്പിക്കുന്നു. അല്ല, സാന്ദ്ര അതിൽ കുറ്റം പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവളെ ഡമ്മിയാക്കി നിർത്തി സാന്ദ്ര കളിക്കുന്നു, അത്ര തന്നെ. അതറിയാതെ നിങ്ങളുടെ കൂട്ടുകാരി വേറെന്തൊക്കെയോ ചെയ്യുന്നു. അവളോട് പറഞ്ഞേക്കെ, ഇതവള് കരുതുന്ന പോലെ നിസ്സാര കാര്യമല്ലാന്ന്. ഞാൻ പറഞ്ഞ അവള് കേൾക്കൊന്നുമില്ല. നിങ്ങൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. ശരി മാഡം, ഞങ്ങൾ അവളോടൊന്ന് സംസാരിക്കട്ടെ. ബാലമ്മ, ഈശ്വര, ഞാൻ ആരും കാണാതെ ചെയ്ത പ്രവൃത്തി ഗായത്രിയമ്മ കണ്ടോ? ഞാൻ എവിടെല്ലാം നോക്കി, ബാലമ്മയെ കണ്ടില്ല. ഞാനൊന്ന് പുറത്തു പോയിരുന്ന ഗായത്രിയമ്മേ. എന്താ എന്നെ അന്വേഷിച്ചേ? ഇന്ന് വൈകുന്നേരം ഒന്ന് അമ്പലത്തിൽ പോണം ബാലമ്മ. മനസ്സിനെന്തോ ഒരു സമാധാനവും ഇല്ല. എന്തോ ആപത്ത് ഇനിയും വരാനുള്ളതുപോലൊരു തോന്നല്. ഇന്നലെ നടന്ന കാര്യങ്ങളെ അപേക്ഷിച്ചാണെങ്കിൽ ഗായത്രിയമ്മ അത് മറക്കണം. ഇനി അതേക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്തല്ല ബാലമ്മ, വരാനുള്ളതിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. വരാൻ ഇനി ഒന്നുമില്ല ഗായത്രിയമ്മേ. അമ്മയുടെ ആധികൾക്ക് തൽക്കാല ആശ്വാസം കിട്ടിയെന്ന് കരുതിയാ മതി. ഇനി എന്തോ സംഭവിക്കാൻ പോകുന്നു തോന്നൽ വേണ്ട. സംഭവിക്കേണ്ടത് തടയേണ്ടവൻ തടഞ്ഞിട്ടുണ്ട്. എന്നാലും ശ്രീലക്ഷ്മി എന്തിനാ ആ മുറിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി പോകുന്നത്? എന്താ അതിന് മാത്രം അവിടെ ഉള്ളത്? കേട്ടറിവിലും വായിച്ചറിവിലും മനസ്സ് നിയന്ത്രണത്തിലല്ലാതെ വരുമ്പോ പലതും ചെയ്യാൻ പ്രേരണ കൂടും. ചിലപ്പോഴൊക്കെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രീലക്ഷ്മി കുഞ്ഞിനും കഴിയാതെ വരുന്നുണ്ട്. അതിന് മാത്രം ഇവിടെ എന്ത് പ്രശ്നമാ ബാലമ്മ? പ്രശ്നമല്ല ഗായത്രിയമ്മേ, സംശയങ്ങൾ. ഉപബോധ മനസ്സിലെവിടെയോ കുറെ സംശയങ്ങളുണ്ടാ കുഞ്ഞിന്. പക്ഷേ ആ സംശയങ്ങൾ ചെന്ന് നിൽക്കുന്നത് ഈ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കാൻ പാകത്തിനാവും. ബാലമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? തന്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യ എങ്ങനെ മരണപ്പെട്ടു, ഏത് സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്നൊക്കെ അറിയാൻ സ്വാഭാവികമായും ശ്രീലക്ഷ്മി കുഞ്ഞിന് ആഗ്രഹം കാണും. പക്ഷേ വേറൊരാളെക്കുറിച്ചല്ല, തന്നെക്കുറിച്ച് തന്നെയാണ് തന്റെ അന്വേഷണമെന്നറിയുമ്പോ അതിന്റെ ആക്കം കൂടും.
ഇനിയും ആത്മാവിന് മോക്ഷം കിട്ടാത്ത രാജനന്ദിനി കുഞ്ഞും ശ്രീലക്ഷ്മി കുഞ്ഞും ഒന്നാണെങ്കിലോ? ഗായത്രി അമ്മയ്ക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? രവിക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പലപ്പോഴും അവന്റെ സംസാരത്തിൽ നിന്ന് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. രവിക്ക് രാജനന്ദിനോടാണ് കൂടുതൽ സ്നേഹം എന്നൊരു സംശയം ശ്രീലക്ഷ്മിക്കുണ്ട്. ആ സംശയത്തിൽ ശ്രീലക്ഷ്മി ഇടയ്ക്ക് രാജനന്ദിനെ പോലെ പെരുമാറാറുമുണ്ട്. അതിലപ്പുറം ഒന്നുമില്ല ബാലമ്മേ. പോയത് പോയത് തന്നെയാ. നഷ്ടപ്പെട്ടവർക്ക് അത് തീരാ നഷ്ടം തന്നെയാ. ശ്രീലക്ഷ്മി അങ്ങനെ പെരുമാറുന്നത് സത്യത്തിൽ വിഷമമുണ്ടാക്കുന്ന കാര്യമാ. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങള്. ഇനി രാജനന്ദിനിയുടെ ആത്മാവ് ശ്രീലക്ഷ്മിയിലേക്ക് ബാധയെന്നൊക്കെ കേട്ടിട്ടില്ലേ ബാലമ്മ? അങ്ങനെ എന്തെങ്കിലും? ഗായത്രിയമ്മ വിഷമിക്കണ്ട. ഏത് ബാധയും നമുക്ക് ഒഴിപ്പിക്കാം. അധികം വൈകാതെ അമ്മയുടെ ദുഃഖങ്ങളെല്ലാം മാറും. ഈശ്വരൻ സഹായിച്ചാൽ ഞാൻ തന്നെ അതിന് കാരണമാവുകയും ചെയ്യും. ഒരു ലക്ഷ്യം മാത്രം മുഖവിലേക്ക് എടുത്തപ്പോ ഓരോന്നോരോന്നായി പലതും നഷ്ടപ്പെടുവാണ്. ഇനി ഒന്നിനും താമസിച്ചൂടാ. ഉള്ള അറിവുകളും സൂചനകളും കൊണ്ട് ഇന്ന് തന്നെ അന്വേഷണം ആരംഭിക്കണം. ഒരിക്കലും രവി സാറിനെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. പറയുന്നതൊക്കെ സത്യമാണോ? ശരി ശരി, നിങ്ങളൊരു കാര്യം ചെയ്യേ. താൻ തൽക്കാലം അവിടെ നിന്ന് മാറിയേക്ക്. ഞാൻ അവിടെ എത്തിയതിനു ശേഷം താൻ വന്നാ മതി. പിന്നെ താൻ കണ്ട കാര്യവും എന്നോട് വിളിച്ചു പറഞ്ഞ കാര്യവും ഒരു മനുഷ്യരോടും പറയരുത്. നമ്മുടെയൊക്കെ ജീവിതം തന്നെ തകർക്കാൻ ശക്തിയുള്ളതാണത്. ഇനി കൂടുതൽ സംസാരം ഒന്നും വേണ്ട, അതും ഫോണിൽ. ഓക്കെ, ഞാനിതാ വരുന്നു. രാജാറാം സാറിന്റെ ഈ യാത്രയിലുണ്ടാവും എന്റെ ചില സംശയങ്ങൾക്കുള്ള ഉത്തരം. ഇന്നെന്തായാലും അത് കണ്ടുപിടിക്കണം. അമ്മയിൽ നിന്നും രവിസാറിൽ നിന്നുമൊക്കെ സ്നേഹവും പരിഗണനയും മാഡത്തേക്കാൾ കൂടുതൽ ശ്രീലക്ഷ്മിക്ക് കിട്ടിയപ്പോ സ്വാഭാവികമായ ഒരു പക മാഡത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്തു. അതിൽ അസൂയ മൂത്ത് രവിസാറും ശ്രീലക്ഷ്മിയും കഴിക്കേണ്ട ആഹാരത്തില് മാഡം തന്നെയല്ലേ വിഷം ചേർത്തത് എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചാൽ, അത് പക്ഷെ കഴിച്ചത് സുകന്യയുടെ അമ്മയും പിന്നെ ഒരു മിണ്ടാപ്രാണിയും. വൈദ്യശാസ്ത്രം വളർന്നതുകൊണ്ട് അമ്മ രക്ഷപ്പെട്ടു. നായ ചികിത്സ കിട്ടാതെ ഈ വിഷപ്രയോഗത്തിന്റെ രക്തസാക്ഷിയുമായി. മാഡം അവള് കൊള്ളാം കേട്ടോ. പഴയ സാൻഡ്രയൊക്കെ പുതിയ ഈ രേഖ മാഡത്തിന്റെ മുൻപിൽ ഒന്നും അല്ലാന്ന് പറയാൻ ഈ സംഭവങ്ങളൊക്കെ പോരെ? സാന്ദ്രേ, വെറുതെ നീ അനാവശ്യം പറഞ്ഞുണ്ടാക്കരുത്. എനിക്ക് ശ്രീലക്ഷ്മിയോട് ദേഷ്യം ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാ. പക്ഷെ അവളെ അങ്ങനെ അപായപ്പെടുത്തണമെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല. എനിക്കറിയാം മാഡം അത് ഒരിക്കലും ചെയ്യില്ല എന്ന്. സാൻഡ്രയിൽ രേഖ മാഡം അങ്ങനെ ഒരു സാധ്യത കണ്ടപ്പോ ഞാനും ഒന്ന് തിരിച്ചടിച്ചു നോക്കി, അത്രേ ഉള്ളൂ. ആരെയും മനസ്സിലാക്കാനുള്ള കഴിവ് മാഡത്തിന് ദൈവം തന്നിട്ടില്ല. അതാണല്ലോ ഇവിടെ പരസ്പരം പിണക്കം ഉണ്ടാവുന്നത്. മാഡത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. മറ്റുള്ളവരുടെ വിഷമങ്ങൾക്കൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല. ആകാശത്തിൽ എത്ര ഉയർന്നു പറഞ്ഞാലും സമ്മാനം മേടിക്കാൻ ഭൂമിയിലേക്ക് ഒരു ദിവസം ഇറങ്ങി വരണമെന്ന് മാത്രം ഓർക്കുന്നത് നല്ലതാ. ഒരാളുടെ കണ്ണുനീരിൽ ചവിട്ടി നിന്ന് എന്ത് നേടിയെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല മാഡം. ഇവിടെ ശ്രീലക്ഷ്മിയുടെ ഓരോ തുള്ളി കണ്ണുനീരിനും മാഡം ഇന്നല്ലെങ്കിൽ നാളെ കണക്ക് പറയേണ്ട ഒരു ദിവസം വരും. അന്ന് ആത്മാർത്ഥമായിട്ട് ഒരു മാപ്പ് പറയാൻ പോലും പറ്റിയില്ലെന്നും വരും. കുറച്ചു നാളല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നതും പരസ്പരം കാണുന്നതും ഒക്കെ.
ആ സമയത്ത് മനസ്സിലെ വിദ്വേഷവും പിണക്കവും ഒക്കെ കളഞ്ഞിട്ട് മാഡം പഴയ ആളായിട്ട് എല്ലാവരോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കിക്കൂടെ? ഇനിയെല്ലാം അവിടുത്തെ ഇഷ്ടമാണ്. ഇനി ഇതും പറഞ്ഞ് ഞാൻ വരില്ല. അവസാനമായിട്ട് ഒന്നുകൂടെ പറഞ്ഞു നോക്കാവുന്ന കരുതി അത്രേ ഉള്ളൂ. തീരുമാനം മാഡത്തിന്റെയാണ്. ഒന്ന് താഴ്ന്നു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ. ഈഗോ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, മാഡം ഒന്നും കേട്ടിട്ടുമില്ല എന്ന് കരുതിയാ മതി. പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞത് മാഡം ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ജീവിക്കുമെന്ന് കരുതിയിട്ടൊന്നുമല്ല. അങ്ങനെ ഒരു വിശ്വാസം എനിക്കില്ല. പിന്നെ ശ്രീലക്ഷ്മി പോലെ അല്ല സാൻഡ്ര. ഒരു പരിധി വിട്ട എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെടാത്തൊരു സ്റ്റേജ് ഉണ്ട്. അതാണ് മാഡം നേരത്തെ പറഞ്ഞ ആ സാൻഡ്ര. ആ പഴയ സാൻഡ്രയായിട്ട് ഞാൻ ആലോചിച്ചപ്പോ മാഡത്തിന്റെ ബുദ്ധി കൊള്ളാം. സത്യം പറഞ്ഞ ഇത്രയും സമയം ഇങ്ങനെ ഒരു ആലോചന എനിക്കില്ലായിരുന്നു. പക്ഷേ ഇനി പുതിയ തീരുമാനങ്ങൾ എടുത്തേ പറ്റൂ. കുറച്ച് കണ്ണിങ്ങായിട്ട് തന്നെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. സാന്ദ്ര എന്താ ഉദ്ദേശിക്കുന്നേ? മാഡം നേരത്തെ പറഞ്ഞതുപോലെ ചില നേരത്തെ പ്രകോപനങ്ങൾ മതിയല്ലോ മനസ്സിനെ വികൃതമാക്കാൻ. പക്ഷെ അതാര് ചെയ്താലും ഇതുപോലെ ഫെയിലിയർ ആവാൻ പാടില്ല. ഇതൊരുമാതിരി ഫ്രൂട്ട്സിലും സ്വീറ്റ്സിലും വിഷമൊക്കെ വെച്ച് ചുമ്മാ മെനക്കേട്. വലിയ റിസ്ക് ഇല്ലാതെ ആരും അറിയാതെ ഈസി ആയിട്ട് വേണം ജീവൻ എടുക്കാൻ. അതിനുള്ള വഴികളൊക്കെ ഈ സാൻഡ്രയ്ക്ക് അറിയാം. സാന്ദ്ര, താൻ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കരുത്. എന്തൊരു ക്രൂവൽ മൈൻഡാ തന്റേത്. എന്ത് ചെയ്യാനാ മാഡം, ചില സമയത്ത് നമുക്ക് ചില കൈവിട്ട കളികളൊക്കെ കളിക്കേണ്ടി വരും. എത്ര നാളെന്ന് വെച്ചാ ക്ഷമിക്കുന്നത്? ക്ഷമയുടെ അങ്ങേയറ്റം പറ്റിയ എന്ത് ചെയ്യാനാ? മാക്സിമം ക്ഷമിച്ചില്ലേ? അറം മുട്ടിയ ചേരയും കടിക്കില്ലേ? ഇനി ജീവൻ എടുക്കുക എന്നത് മാത്രമേ ഞാൻ നോക്കിയിട്ട് നിവർത്തിയുള്ളൂ. ഓഹോ, അപ്പൊ നിന്റെ ഉദ്ദേശം ഇതാണല്ലേ? ബ്രദർ ലോയോട് ഇപ്പൊ തന്നെ ഞാനിത് പറയും. ആ രേഖ മാഡം, മാഡം ഒന്ന് നിക്ക്. പറയുമ്പോ ഇതുകൂടി ഒന്ന് പറഞ്ഞേക്ക്. ഞാൻ വിഷം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് രവി സാറിനോ ശ്രീലക്ഷ്മിക്കോ അല്ല. ആ നറുക്ക് ഇപ്പൊ വീണിരിക്കുന്നത് മറ്റൊരാൾക്കാ.